ഇപ്പോൾ സജ്ന ബി സാജൻ ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജ്ന, നമസ്കാരം. മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായൊരു നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അവസാന നിമിഷത്തിൽ ആ തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണുള്ളത്. ഈ ഘട്ടത്തിൽ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഈ സംഭവത്തോട്? ഇപ്പൊ നിരന്തരമായി ഒരു പരാതി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ നിരന്തരമായി ഓരോ ദിവസവും പരാതികളുടെ എണ്ണം വന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വൈകിയാൽ സ്വാഭാവികമായും കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാടിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ജനം സംശയിക്കും. ഒരേ സമയം പാലക്കാട് ജനതയെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിന്ന കോൺഗ്രസ് പ്രവർത്തകരെയും കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഇത്രയും നാള് രാഹുൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കേരള രാഷ്ട്രീയത്തിലെ ഒറ്റുകാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാര്യം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഉടനടി അദ്ദേഹത്തെ പുറത്താക്കിയേ പറ്റൂ. MLA എന്ന് പറയുന്ന ഒരു സ്ഥാനം അദ്ദേഹം അത് രാജിവെക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെടണം. കാര്യം കോൺഗ്രസിന്റെ ലേബലിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് MLA ആയിരിക്കുന്നത്. ആ ലേബലിൽ അദ്ദേഹം ഇനി ഒരു നിമിഷം പോലും MLA ആയി തുടരാൻ അർഹനല്ല. ആ രാഹുലിന്റെ രാജിവെക്കുന്ന കാര്യം പാർട്ടി ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വം വരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നതോടുകൂടി പാലക്കാട് ജനതയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അതിന് ഇരട്ടിയാവുകയുള്ളൂ. അതിന് ഏതൊരു സന്ദർഭത്തിലായാൽ പോലും പാലക്കാട് ജനതയും കേരള ജനതയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഇനിയും നെഞ്ചോട് ചേർക്കുകയുള്ളൂ. ആ പാലക്കാട് പോലൊരു സ്ഥലത്ത്, അത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാലക്കാട് പോലൊരു സ്ഥലത്ത് ആ പാലക്കാടിന്റെ ജനങ്ങൾ അത്രയും വിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവരുടെ MLA ആയി തിരഞ്ഞെടുത്തപ്പോൾ അവർ നൽകിയ ആ പ്രവർത്തകരും, അവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും അവിടുത്തെ ജനങ്ങളും നൽകിയ ഒരു സ്നേഹത്തെയും കരുതലിനെയും ഒരു പരിലാളനെയും ഒക്കെ ഒറ്റ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് ഒട്ടേറെ സ്ത്രീകളുടെ കണ്ണീരും പേറിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒന്നും പാപഭാരം ചുമക്കേണ്ട ഒരു ചുമതല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഹുലാണ്. ഒരു പക്ഷേ രാഹുലിന് അതിൽ തീരുമാനമെടുക്കാം. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യമായിട്ട് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം പാർട്ടി, ഇപ്പോൾ K മുരളീധരൻ സാർ പറഞ്ഞതുപോലെ തന്നെ ആ ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കുമെന്നാണ് അദ്ദേഹം രാവിലെ പറഞ്ഞത്. ശരി സജന, എന്താണ് തീരുമാനം ഉണ്ടാവുക എന്നത് നമുക്ക് കാത്തിരിക്കാം.